ഇറാന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കരാർ ഉറപ്പിക്കുന്നതിനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ടെഹ്റാന്റെ അവസാന അവസരമാണെന്നും ട്രംപ് പറഞ്ഞു. വിസ്മയ പ്രകാശുണ്ട് വിവരങ്ങളുമായി. വിസ്മയ, എന്തായാലും ഇറാന് മുന്നിൽ വീണ്ടും ഒരു ഭീഷണി എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവനകൾ മുന്നോട്ട് വെക്കുകയാണ്. ഏത് രീതിയിലാണ് ഇനി ഇറാന് അതിനുള്ള മറുപടി, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്? കാർത്തു, ഇറാന് വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ്. ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇറാൻ തിരിച്ചും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ ഇപ്പോൾ വീണ്ടും ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ചർച്ച അവസാന ചർച്ചയാണ്, അല്ലെങ്കിൽ ടെഹ്റാനുള്ള അവസാന അവസരമാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചർച്ച പുരോഗമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പല രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഈ ഒരു ചർച്ച പുരോഗമിക്കുന്നത്. അപ്പോൾ ആ ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ഈ ചർച്ച ഈ ഒരു ഇറാന് അവസാന അവസരമാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഒന്നിക്കിൽ കരാർ ഒപ്പിടുക അല്ലെങ്കിൽ പൂർണ്ണമായി കീഴടങ്ങുക എന്നുള്ളൊരു കാര്യം. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇറാൻ എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇറാൻ ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കണമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ട്രംപ് ഒരു മുന്നറിയിപ്പായി നൽകിയിരിക്കുകയാണ്. അത് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇടുകയും മാത്രമല്ല അദ്ദേഹം ഒരു മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അതായത് 5 മാസം നടക്കുന്ന ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഈ ഒരു ഇറാൻ്റെ അവസാന അവസരം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമാധാനം എന്ന് പറയുന്നത് വീണ്ടും അകലെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു കരാർ ഒപ്പിടുക എന്നുള്ളതാണ് ട്രംപ് പറയുന്നതെങ്കിൽ ഇറാൻ കീഴടങ്ങില്ല എന്നുള്ളൊരു കാര്യമാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ വീണ്ടും കീഴടങ്ങാൻ താല്പര്യമില്ല, അല്ലെ കീഴടങ്ങില്ല എന്നുള്ളൊരു കാര്യമാണ് ഇറാൻ വീണ്ടും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ട്രംപ് പറയുന്നത് അവസരം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചർച്ച പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വാഷിങ്ടണുമായി ടെഹ്റാൻ ചർച്ച നടത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം മുന്നേ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക അറിയിച്ചിരുന്നു. എന്നാൽ ആ ഒരു കാര്യം തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. അതായത് വാഷിങ്ടണുമായി ടെഹ്റാൻ ചർച്ച നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഒമാനുമായി ഈ ഒരു ഇറാൻ ചർച്ച നടത്തി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒമാനുമായാണ് ഈ ഒരു കാര്യത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. അതായത് ജലപാതയിൽ താൽക്കാലിക സുരക്ഷിത പാത ഒരുക്കുന്നതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഒമാനുമായി ചർച്ച നടത്തി ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വാഷിങ്ടണുമായി ചർച്ച നടത്തുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒന്നിക്കൽ പൂർണ്ണമായി കീഴടങ്ങൽ അല്ലെങ്കിൽ കരാർ ഒപ്പിടൽ. അതായത് ഈ ഒരു ഇറാൻ്റെ ഈ ഒരു പ്രതികരണത്തിന് പിന്നാലെയാണ് ട്രംപിൻ്റെ ഈ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു പ്രതികരണമാണ് ഈ ഒരു ട്രംപിനെ ഈ ഒരു പോസ്റ്റ് ഇടാൻ ചൊടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഒരു ഹോർമുസ് കടലെടുക്ക് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഈ ഒരു ഹോർമുസ് കടലെടുക്കിൽ ഉപരോധം തുടരുകയാണ്, അല്ലെ കർശനമായി നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് US സൈന്യം പറയുന്നത്. അതിൽ തന്നെ ഇതുവരെ 44 വാണിജ്യ കപ്പലുകൾ വഴിതിരിച്ചു വിടുകയും അതുപോലെ തന്നെ 2 പ്രവർത്തനരഹിതമാക്കുകയും മറ്റ് 2 കപ്പലിൽ കയറ്റുകയും, അതായത് കയറ്റി വിടുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് US സൈന്യം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഈ ഒരു US സൈന്യമാണുള്ളത്, അല്ലെങ്കിൽ അവരാണ് ഈ ഒരു ഹോർമുസ് കടലിടുക്ക് ഉപരോധങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും ഹോർമുസ് കടലിടുക്കിൻ്റെ അവകാശവാദം, അല്ലെങ്കിൽ തങ്ങൾക്ക് ആധിപത്യമുണ്ടെന്ന് ഇറാൻ മുന്നേ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ് അമേരിക്ക. മാത്രമല്ല, അവിടെയുള്ള ഉപരോധം ഇപ്പോഴും കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് US സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഘർഷം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സമാധാനം അകലെയാകുന്ന സാഹചര്യത്തിൽ തന്നെ എണ്ണവിലയുടെ കുതിച്ചു ഉയരുകയാണ്. അതായത് ഈ ഒരു സംഘർഷം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിച്ചു ഉയരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു ട്രംപ് പറഞ്ഞത് പ്രകാരം ഈ ഒരു ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് പല രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും, എന്നാൽ ഈ ഒരു ടെഹ്റാൻ്റെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ടെഹ്റാന് നൽകുന്ന അവസാന അവസരമാണെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വിസ്മയാണ് വിവരങ്ങൾ നൽകിയത്. But we are talking right now, we're talking at the request of Iran, backed by Saudi Arabia,
backed by UAE and backed by Qatar in particular, but others also. Many countries called, the leaders of many are friendly with a lot of them, almost all of them, one way or the other, and they all wanted to give this a last chance. This is a last chance. This is not something that, if it doesn't happen, this is a last chance